പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല. ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനടിസ്ഥാനമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതുകൊണ്ട് മന്ത്രി രാജിവെക്കേണ്ട കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. സർക്കാർ മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിൻ്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളൊന്നും വിജയിക്കാത്ത പശ്ചാത്തലത്തിൽ പുതിയ ഒരു ആരോപണം ഉന്നയിച്ച് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്ന ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന സംശയമുണ്ട്. 2014 ഒക്ടോബർ 31 കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ വെളിപ്പെടുത്തൽ നടത്തിയത് ബിജു രമേശ്, ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ അന്നത്തെ പ്രസിഡന്റ്. ബാർ ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട് KM മാണി 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം. അതിൽ 1 കോടി കൊടുത്തു എന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് VS. മാർച്ച് 13 നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ സംഹാര താണ്ഡവം. നവംബർ 9 വിജിലൻസ് തുടരന്വേഷണം ഹൈക്കോടതി ശരിവെച്ചതോടെ 10 KM മാണിയുടെ രാജി. ബാർ കോഴ എന്നത് വെറുമൊരു പ്രയോഗമല്ല, കേരള രാഷ്ട്രീയത്തിൽ ആളിപ്പിടിച്ച ചരിത്രമുള്ളൊരു വിവാദമാണ്. വീണ്ടും ബാർ കോഴയോ എന്ന ചോദ്യം ഉയരുമ്പോൾ പ്രതിപക്ഷം അതിനെ ആയുധമാക്കുന്നത് മുറിവേറ്റവൻ അതിന്റെ ആഴം ആരും പറഞ്ഞു കൊടുക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. കോഴ പിരിക്കാനുള്ള നിർദ്ദേശം നൽകിയ അനിമോൻ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കപ്പെടുന്നതും വിവാദത്തിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് വ്യക്തമാക്കി മന്ത്രി തന്നെ അന്വേഷണം ആവശ്യപ്പെടുന്നതും പണം വാങ്ങി നയം തീരുമാനിക്കുന്ന പരിപാടി ഇവിടെയില്ല എന്ന് പാർട്ടി പ്രതിരോധിക്കുന്നതും അതിവേഗമാണ്. വീണ്ടും ബാർ കോഴയോ? ശബ്ദരേഖയിൽ തെളിയുന്നതെന്ത്? പണം പിരിച്ചത് പാർട്ടിക്ക് നൽകാനോ, സർക്കാരിനെതിരെ ഗൂഢാലോചനയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. വളരെ വിശദമായ ചർച്ചയാണ്. വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമായൊരു വിഷയം കൂടിയാണ്. കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് BRM ഷഫീറും CPM-ൽ നിന്ന് ശ്രീ SK സജീഷും മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബാർ അസോസിയേഷനിൽ നിന്ന് അവർ ആരും പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അവരുടെ സംഘടനയുടെ തീരുമാനവുമാണ്. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം മദ്യനയത്തിലെ ഇളവിന് പണം പിരിച്ചുവെന്ന ആരോപണത്തിൽ എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. വളരെ വ്യക്തമായ തെളിവുകളാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം, ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 669 ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു. 669 ബാറുകൾ. എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടക്കുന്ന കാര്യം വളരെ വ്യക്തമാണല്ലോ, ക്ലിയറാണ്. ശരി, വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ SK സജീഷ്, ഇന്നിപ്പോ എക്സൈസ് മന്ത്രി ശ്രീ MB രാജേഷ് DGPക്ക് ഈ വിവരം അന്വേഷിക്കണം, ഈ വിവാദം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ആരായിരിക്കാം ഈ ഗൂഢാലോചന നടത്തിയത്? മാധു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവും മറ്റും സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ എന്തെങ്കിലും വിഷയത്തിൽ ഒരു പ്രാഥമിക ആലോചന പോലും നടക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചില മാധ്യമങ്ങളെല്ലാം ചില വാർത്തകളെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചില ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുക. അതിൻ്റെ ഭാഗമായി ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ച് ഈ സർക്കാരിനെ അവമതിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ
വളരെ കൃത്യമായി ഈ സർക്കാരിനെ അപമാനിക്കാനുള്ള ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം വന്ന സമയത്ത് തന്നെ മന്ത്രിയുടെ ഓഫീസ്, എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് DGPക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. വാർത്തകളിൽ വന്ന കാര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ അറിയാം അതിനൊരു വ്യക്തതയില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരുൾപ്പെടെ, ഞാൻ മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ് കേട്ടിരുന്നത്, അതുൾപ്പെടെ രാവിലെ നിങ്ങളുടെ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ഇതിൽ ഒരു വ്യക്തതയൊന്നും എന്തെങ്കിലും കൃത്യതയായി പറയാൻ വേണ്ടി കഴിയില്ല എന്ന് ആ റിപ്പോർട്ടിനകത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാർ ഉടമകൾക്കോ ബാറിനോ അനുകൂലമായ ഒരു നിലപാടും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്ന തുടക്കം മുതൽ തന്നെ പരിശോധിച്ചാൽ, ഒന്നാം സർക്കാരിൻ്റെ കാലം മുതൽ പരിശോധിച്ചാൽ ബാർ ലൈസൻസ് ഫീസ് ഉൾപ്പെടെ കുത്തനെ വർദ്ധിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. UDFൻ്റെ കാലത്ത് 2016 ഘട്ടത്തിൽ 23 ലക്ഷമാണ് ബാർ ലൈസൻസിന് നൽകേണ്ടിയിരുന്നതെങ്കിൽ അവരാകെ അവരുടെ കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപയാണ് ആ ഫീസ് വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ LDF അധികാരത്തിലിരിക്കുമ്പോൾ 35 ലക്ഷം രൂപയാണ് ബാർ ലൈസൻസിന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് ബാർ ഉടമകൾക്ക് അനുകൂലമല്ലല്ലോ. 8 വർഷം 12 ലക്ഷം വർദ്ധിപ്പിച്ച് 35 ലക്ഷമാക്കി. അതെ, 12 ലക്ഷം വർദ്ധിപ്പിച്ചു. 35 ലക്ഷം രൂപയാണ് ഇപ്പോൾ ലൈസൻസ് ഫീസ്. ആ 12 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതിയിലധികം തുകയാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ നിലയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 50% വർധനവ് വരുത്തിക്കൊണ്ട് ഒരു തരത്തിലും ഇവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, UDF അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ആ രീതിയിലായിരിക്കും എക്കാലവും എന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ശരി, വിവാദത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ് പാർട്ടിയുടെയും സർക്കാരിന്റെ നയം എന്നിരിക്കലും, ശ്രീ SK സജീഷ, നമ്മൾ ഈ പറയുന്ന പുറത്തു വന്ന ഇടുക്കിയിലെ ബാർ ഹോട്ടൽ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ഓഡിയോ, അനിമോന്റേത്, ഇടുക്കി ജില്ലാ പ്രസിഡന്റിൻ്റെത്, ആ ഓഡിയോ അവർക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിലേക്ക് ആഡ് ചെയ്യുന്നത് ഓരോരുത്തരുടെ നമ്പറാണ്, അവർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന നമ്പറാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഇങ്ങനൊരു ആവശ്യം ഒരു ഗ്രൂപ്പിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് അയച്ചു കിട്ടിയ ഒരു ഓഡിയോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഗൂഢാലോചന എന്ന് പറയാം. മാതൃഭൂമി മാത്രമല്ല, മറ്റേതൊരു മാധ്യമ സ്ഥാപനത്തിലേക്കും വന്ന ഒരു ഓഡിയോ മറ്റാരും അത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അത് മാധ്യമങ്ങളുടെ ഗൂഢാലോചന എന്ന് പറയാം. ഇതിപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഞാൻ ആ ഗൂഢാലോചന ആരുടേതെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ്. സർക്കാർ അല്ലെങ്കിൽ പാർട്ടി വിലയിരുത്തുന്നത് ആര് നടത്തിയ ഗൂഢാലോചനയാണെന്നാണ്. ഒരു കാര്യം, കുറേ നാളുകളായി പല പല വിഷയങ്ങളിൽ ഈ സർക്കാരിനെ അപമാനിക്കാനുള്ള നിരവധിയായ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. അത്തരം ഗൂഢാലോചനകളിൽ ഒന്ന് തന്നെയാണ് ഇത് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ ബാർ ഉടമകളുടെ സംഘടന, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇയാൾ ആ സംഘടനയുടെ ഭാഗമായി ഇപ്പോൾ ഉത്തരവാദിത്തത്തിലൊന്നും നിൽക്കുന്നയാളല്ല. ഏതെങ്കിലും പണം കൊടുത്തിയാൽ ഞാൻ പണം കൊടുത്തു എന്നും പറയുന്നതായിട്ട് ഇതിൽ പറയുന്നില്ല. അവരുൾപ്പെടെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം UDF കാലത്തെ പോലെ ഇത് കേവലമായ ഒരു പണം വാങ്ങിയതിൻ്റെ കൃത്യമായ രേഖയും തെളിവും വെച്ച് ആ കാലത്ത് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ആളുകളുടെ പേരെടുത്ത് പറയുന്ന സാഹചര്യമൊന്നും ഇതിനകത്തുണ്ടായിട്ടില്ല. ഇത് അവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓഡിയോ ക്ലിപ്പാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ വിശ്വാസ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. UDFന്റെ കാലത്താണെങ്കിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന അടൂർ പ്രകാശിന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛൻ തന്നെയാണല്ലോ, കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണല്ലോ പണം നേരിട്ട് കൊടുത്തു എന്നല്ല ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ ആക്ഷേപം ഉന്നയിക്കുകയും അത് അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയെല്ലാം ചെയ്ത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്ന് വിവാഹം കഴിഞ്ഞിരുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശരി, ശ്രീ SK സജീഷ്, അല്ലെങ്കിലേക്ക് വരാം. വിവാഹം ഉറപ്പിച്ച സമയത്താണ് മാധു, വിവാഹം ഉറപ്പിച്ച സമയത്താണ്, അത് മറന്നുകൊണ്ട. നമുക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഒരു വശത്ത് ഈ വിവാദം നടക്കുന്നു, മറ്റൊരു വശത്ത് ഒരു കുടുംബകാര്യം എടുത്തിട്ടുകൊണ്ട് പറഞ്ഞതാണ് അന്ന് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്. ശരി, ഒരു കുടുംബകാര്യം എടുത്തിട്ടുണ്ട് പറഞ്ഞാണ് വിവാഹം അതിന് ശേഷമാണ് ഉണ്ടായതെന്ന് ബന്ധുത്വം അല്ല, ആ ബന്ധുത്വം ഇപ്പോഴും വളരെ പ്രശസ്തമാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ, അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കോളനിയിൽ പണം കൊടുക്കാൻ വേണ്ടി പോയതും അത്തരം ആരോപണങ്ങളും മുതലാളി തന്നെയാണ് ഇതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും നടക്കുന്ന നിരന്തരമായ ഗൂഢാലോചനകളിൽ ഒന്ന് മാത്രം എന്നുള്ളതാണ് തള്ളിക്കളയുന്നത്. ഗൂഢാലോചന അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് ആരുടെ ഗൂഢാലോചന, എന്തിന് പ്രതിപക്ഷം എന്ന് പോലും പറയുന്നില്ല, രാജി ആവശ്യപ്പെട്ടിട്ടും. എന്തുകൊണ്ടാണ്
ബാർ കോഴ എന്ന ആരോപണം ശ്രീ എസ് കെ സജീഷ് പറയുന്നു. അന്ന് ബിജു രമേശ് അടക്കം ശക്തമായ തെളിവുകളുമായി മുന്നോട്ട് വന്നു. കമാൽ പാഷയുടെ ഒരൊറ്റ ആ വിധിവാചകത്തിലെ ഒരൊറ്റ അദ്ദേഹം പ്രതിപാദിച്ച വരി, സീസറിന്റെ ഭാര്യ സീസറിനെ പോലെ തന്നെ വിശുദ്ധയായിരിക്കണം എന്നുള്ള ഒരൊറ്റ വരിയിൽ നിന്നാണ് കെ എം മാണിയുടെ രാജ്യം വരെ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിതിനെ ബാർ കോഴ എന്ന് വിളിക്കേണ്ടി വരുന്നത്? ഈ മരിച്ചുപോയതിന് ശേഷവും ശ്രീ കെ എം മാണി സാറിനെ നിങ്ങൾ അധിക്ഷേപിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ നിയമസഭയ്ക്കകത്തിട്ട് അതിനകത്തിട്ട് കൈകാര്യം ചെയ്ത് അങ്ങ് തീർത്ത് കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചവരാണ്. നിങ്ങൾ കേരളം മുഴുവൻ കല്ലെറിഞ്ഞവരാണ്. ശ്രീ കെ എം മാണി എന്ന് പറയുന്ന നേതാവിൻ്റെ വന്ധ്യവയോധികയായ ഭാര്യയുടെ വീട്ടിനകത്ത് നിങ്ങൾ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് പ്രചരിപ്പിച്ചവരാണ്. നിങ്ങളുടെ ആഷിഖ് അബു കെ എം മാണിക്ക് ഷേവ് ചെയ്യാൻ 500 രൂപ അയക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചവരാണ്. ഇവിടെ എസ് കെ സജീഷ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഘടകകക്ഷി നേതാവായ ജോസ് കെ മാണിയുടെ വന്ധ്യപിതാവും ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവുമായിരുന്ന ശ്രീ കെ എം മാണിയെ വീണ്ടും വീണ്ടും മരിച്ചതിന് ശേഷവും കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, ഈ ആരോപണങ്ങൾ ഇവർക്ക് കൃത്യമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ആർക്ക് പണം കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി മാധു. ഒന്ന് കിട്ടിയിരിക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കാണോ കിട്ടിയിരിക്കുന്നത്, അതേ സംസ്ഥാന സെക്രട്ടറിക്കാണോ കിട്ടിയിരിക്കുന്നത്, അതേ ഭരണകൂടത്തിൻ്റെ അധികാരിയായ ശ്രീ പിണറായി വിജയനാണോ കിട്ടിയിരിക്കുന്നത്, അതേ പിണറായി വിജയന്റെ കുടുംബത്തിനാണോ കിട്ടിയിരിക്കുന്നത്, അതേ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാനത്തിലെ ഭാരവാഹികൾക്കാണോ കിട്ടിയിരിക്കുന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. നോക്കൂ, അടൂർ പ്രകാശിന്റെ കുടുംബകാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനാണോ കിട്ടിയെന്ന് ചോദിച്ചു. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം അല്ല, അത് കുടുംബം എന്ന് പറയുന്നത് വലിയ ആരെയൊന്നും കാശ് വാങ്ങാത്തവരും മാസപ്പടി വാങ്ങാത്തവരും പിന്നെ പവിത്രമാക്കപ്പെട്ട പേരുകാരുമാണെങ്കിൽ മാധു പറഞ്ഞോ, അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചോ. ഞാനിവിടെ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുകയും ഒരുപാട് തവണ ഞങ്ങളും മാധവും കൂടി എന്ത് സേവനം കരിമണൽ കടത്തയിൽ നിന്ന് കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കൊടുത്ത സേവനം മറുപടി പറയാത്ത ആളുകളെ കുറിച്ചാണ് ഓർമ്മയിലുണ്ടാവണം. അവിടെ കയറി പിടിക്കാൻ വരുമ്പോ എന്ത് സേവനം കൊടുത്തു മാധു പറയുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ആരോപണം വന്നപ്പോഴാണ്. അപ്പൊ ഇത് ആരോപണമല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ആരാ പറഞ്ഞത്? ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനിമോനാണ്. അനിമോനൊക്കെ വെറും നിഷ്കളങ്കന്മാരായിരിക്കും. അവരുടെ അടുത്ത് പിരിക്കാൻ പറഞ്ഞു, അവർ പിരിച്ചു കാണും. അയാള് പിന്നെ വാട്സപ്പിലൂടെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? വളരെ ശ്രദ്ധിച്ച് കേട്ടോ. അതിനകത്ത് പറയാണ്, പണം കൊടുക്കാതെ സഹായിക്കില്ല. ആര്? സർക്കാർ. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം. ആർക്കാ കൊടുക്കേണ്ടത്? പോലീസിനോ എക്സൈസിനോ അല്ലല്ലോ. കൊടുക്കേണ്ടത് കൊടുക്കണം. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പിരിവ്, അഥവാ വ്യക്തിപരമല്ല. സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ട് ജില്ലാ പ്രസിഡന്റ് ജില്ലയിലെ ബാറുകാരെ വിളിച്ച് പറഞ്ഞ വാചകമാണ് ഇതെല്ലാം. എന്നിട്ട് പറയുകയാണ്, വലിയ മാറ്റങ്ങൾ വരാൻ പോവാണ്. എന്താണെന്നറിയോ? മദ്യനയത്തിൽ വലിയ മാറ്റം വരും. ഇലക്ഷൻ കഴിഞ്ഞാൽ പുതിയ പോളിസി വരുമെന്നും 1-ാം തീയതിയിലത്തെ ഡ്രൈ ഡേ എടുത്തു മാറ്റുമെന്നും സമയത്തിൻ്റെ കാര്യത്തിൽ ബാറ് തുറക്കുന്നതും അടയ്ക്കുന്നതുമായുള്ള സമയത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വരുമെന്നും ഇതൊക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ഇതുവരെ പിരിഞ്ഞത് 1/3 മാത്രം ബാറുകാർ മാത്രമേ പണം തന്നിട്ടുള്ളൂ. എന്നിട്ട് പറയുന്നു, നമ്മൾ കൊടുക്കണം, ആരും നമ്മളെ കൊടുത്തില്ലെങ്കിൽ സഹായിക്കില്ല. വിശ്വാസമില്ലാത്തവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. വളരെ വ്യക്തമല്ലേ? സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിവെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും മലയാളിക്ക് സംശയമുണ്ടോ? ആര് വാങ്ങുന്നു എന്നുള്ള കാര്യത്തിലാണ്. ഇനി സതീഷ് ഇവിടെ ബോധപൂർവ്വം 2 കള്ളം പറഞ്ഞു. ഒന്നാമത്തെ കള്ളം എന്താണ്? ഞങ്ങള് മദ്യനയത്തെക്കുറിച്ച് യാതൊരു കൂടിയാലോചനയെ നടത്തിയിട്ടില്ല. മദ്യനയം ഞങ്ങളുടെ പോളിസി ആയിട്ടില്ല, പിന്നെ ഞങ്ങളതിന് പണം പിരിക്കണം. സതീഷിന്റെ ഒന്നാമത്തെ കള്ളം എന്താണെന്നറിയോ? ഈ മദ്യനയത്തിൻ്റെ കരട് നേരെ വന്നു. എവിടെ വന്നത്? നിയമസഭയിൽ വന്നു. നിയമസഭയിൽ എവിടെയാണ് വന്നത്? നിയമസഭയുടെ ഈ സാമ്പത്തികകാര്യ സമിതിയിൽ മദ്യനയത്തിൻ്റെ കരട് ചർച്ചയ്ക്ക് വന്നു. ചർച്ചയ്ക്ക് വന്നപ്പോൾ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പങ്കെടുത്തത്. നിയമസഭാ രേഖയിലുണ്ട്. ആ മദ്യനയത്തിൻ്റെ കരടുമായി ബന്ധപ്പെട്ട ഇതേ വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമായി സാമ്പത്തികകാര്യ സമിതിയിൽ, നിയമസഭയുടെ സാമ്പത്തികകാര്യ സമിതിയിൽ അതിനെ കൃത്യമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല, അത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ, സാമ്പത്തികകാര്യ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പ്രതിപക്ഷം എതിർത്തു. അങ്ങനെ എതിർക്കേണ്ടി വന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കരട് തയ്യാറായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇടതുപക്ഷത്തിൻ്റെ
ഈ പറയപ്പെടുന്ന ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നയം അവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്നു, ചർച്ച ചെയ്തു, പ്രതിപക്ഷം എതിർത്തു. അത് നിയമസഭയിൽ ഇനി അവതരിപ്പിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കരട് നയത്തെ സംബന്ധിച്ച് തന്നെയാണ് ടെലിഫോൺ സന്ദേശം സതീഷ് പറഞ്ഞത്. ഒന്നാമത്തെ കള്ളം നയമുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടില്ല. അബ്കാരി നയങ്ങളിൽ ഭേദഗതി വരുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല. അറിയേണ്ടത്, ഈ സർക്കാർ വന്നതിന് ശേഷം 669 പുതിയ ബാറുകൾ ഉണ്ടായി. 669 പുതിയ ബാറുകളിൽ ആദ്യത്തെ സർക്കാർ കൊടുത്തത്, പിന്നെ രണ്ടാമത്തെ സർക്കാർ മാത്രം കൊടുത്തത് 120 ബാറുകളാണ്. മൊത്തം 801 ബാറുകളായി മാറി. 75 ബാറിൽ നിന്നും 801 ബാറുകളിലേക്ക് മാറ്റിയത് ഇടതുപക്ഷമാണ്. ഇങ്ങനെ എണ്ണം കൂട്ടിക്കൊടുത്തതും പുതിയ ലൈസൻസ് കൊടുത്തതിൻ്റെ പുറകിൽ ഇതുപോലുള്ള കോഴപ്പണം വാങ്ങിയിട്ടുണ്ടാകും. ഈ ശബ്ദരേഖയിൽ ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട് ഇലക്ഷൻ സമയത്ത് കുറെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ സമയത്തും CPM-ന് ഫണ്ടിങ് കൊടുത്തു. ഇനിയും കൂടി കുറച്ചുകൂടി കൊടുക്കാനുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഞാനൊരു കാര്യം എടുത്ത് തുറന്നു പറയാം. ഇവിടെ ഡ്രൈ ഡേയിൽ ഉൾപ്പെടെ ശമ്പളം കിട്ടുന്ന ജീവനക്കാരെ ഉൾപ്പെടെ കുടിപ്പിച്ച് കിടത്താൻ, IT ബിസിനസ്സുമായി ബന്ധപ്പെട്ട IT പാർക്കുകളിൽ മദ്യമൊഴുക്കാൻ, IT പാർക്കുകളിൽ അബ്കാരികൾക്ക് ചെന്ന് കയറാൻ കൃത്യമായ നയവും നിലപാടും ഉണ്ടാക്കി നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വെച്ച്, സാമ്പത്തികാര്യ കമ്മിറ്റിയിൽ വെച്ച് ആ നയത്തിൻ്റെ കരട് ചർച്ച ചെയ്ത് അത് ഗവൺമെന്റിലേക്ക് പോയിട്ടതിന് ശേഷം മാത്രമാണ് ഈ പണപ്പിരിവ് നടന്നിരിക്കുന്നത്. IT പാർക്കിൽ മദ്യം നൽകുന്നതും ബാറുകളും തമ്മിൽ എന്താണ് അഡ്വക്കേറ്റ് BRM ഷഫീർ ബന്ധം? അത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അബ്കാരി നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, IT പാർക്കുകളിൽ മദ്യമൊഴുക്കാൻ പ്രൊമോട്ടർമാർക്ക് ലൈസൻസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. FL4C ലൈസൻസ് എന്നാണ് പറയുക. വേണമെങ്കിൽ കുറിച്ച് വെച്ചോ, FL4C ലൈസൻസ്. അത് IT പാർക്കുകളിലെ പ്രൊമോട്ടർമാർക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. ആരാണ് പ്രൊമോട്ടർമാർ? അവിടെയാണ് പ്രശ്നം. പ്രൊമോട്ടർമാർ പുറത്തു നിന്നുള്ളവരും പിന്നെ ഇതിൽ മുൻപരിചയമുള്ളവരും ആകാം എന്നൊരു വാചകം അതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബാർ ലൈസൻസ് ഉള്ള, മുൻപരിചയമുള്ള ബാർ ലൈസൻസ് ഉള്ള പുറത്തുള്ളവർക്ക് IT പാർക്കുകൾക്കകത്ത് കൃത്യമായിട്ട് തന്നെ ബാർ തുടങ്ങാം എന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഇനി ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഒരു മിനിറ്റ്, ഇത് തമ്മിൽ ബന്ധമില്ല, രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് ഒറ്റയടിക്കൊരു പുകമറ ഉണ്ടാക്കുക എന്നുള്ളതാണ് CPM പറയുന്നത്. അങ്ങനെയല്ല. ഇനി മൂന്നാമത് സതീഷ് പറഞ്ഞൊരു കള്ളം എന്താണെന്നറിയോ? ഞങ്ങൾ ബാർ ലൈസൻസിന്റെ ഫീസ് വല്ലാതെ ഉയർത്തിയില്ലേ, അതുവഴി ഖജനാവിലേക്ക് പണം വന്നില്ലേ? അല്ല. എന്താണ് പ്രശ്നം എന്നറിയോ? ഈ മദ്യം ബിവറേജസ് ബാറുകൾ പല ബാറുകളും ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മദ്യം വാങ്ങി അവിടെ പ്രത്യേകിച്ച് അവർ വിൽപ്പന നടത്തുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ടാക്സിന് പറയുന്ന പേരാണ് ടേൺ ഓവർ ടാക്സ്. കഴിഞ്ഞ 5 കൊല്ലത്തിൽ ബിവറേജസുകളിൽ നിന്നും ബാറുകൾ വാങ്ങി വിൽക്കുന്ന മദ്യത്തിന്റെ ടേൺ ഓവർ ടാക്സുകൾ പിരിക്കാതെ, GST ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന നടത്താതെ ഖജനാവിലേക്ക് വരേണ്ട കോടിക്കണക്കിന് രൂപ വന്നിട്ടില്ല, വരാൻ സമ്മതിച്ചിട്ടില്ല. ബാർ മുതലാളിമാരെ അതിലും സഹായിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത്, അക്ഷരാർത്ഥത്തിൽ IT പാർക്കുകളിലെ മദ്യം, അതുപോലെ തന്നെ ഈ ടെലിഫോൺ കോളുകൾ, ഈ പണപ്പിരിവുകൾ, അതുപോലെ തന്നെ ടേൺ ഓവർ ടാക്സ് പിന്നെ കൃത്യമായി പിരിക്കാത്ത ഉൾപ്പെടെ പൂർണ്ണമായും ബാർ മുതലാളിമാർക്ക് നിന്നും കാശ് വാങ്ങിക്കൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സർക്കാരായി CPM മാറി എന്നുള്ളതിൻ്റെ കൈവെള്ളയിലെ ദൃഷ്ടാന്തമാണ് ഈ ശബ്ദരേഖ. അനിമോനൊക്കെ വെറും പാവം അവിടുത്തെ അബ്കാരികളാണ്. അവർ ഇന്നൊക്കെ മാക്സിമം കറന്നെടുത്ത് കൊണ്ട് തന്നെയാണ് ഈ പോളിസി നടപ്പിലാക്കുന്നത്. ഇതിനകത്ത് ആർക്ക് കിട്ടിയെന്ന് ഇനി ദിവസങ്ങളിൽ നമുക്ക് സൂചനകൾ കിട്ടും. ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ശരി, ഈ ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ടൊക്കെ അതായത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എത്ര ബാറുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നടപടികൾ, ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന ഫൈനുകൾ ഒക്കെ കൃത്യമായി വ്യക്തമാക്കുന്നുമുണ്ട്. ഞാൻ എന്തായാലും ശ്രീ SK സജീഷിലേക്ക് പോകാം. ശ്രീ SK സജീഷ്, ആദ്യത്തെ ആരോപണം മദ്യനയത്തിൽ അങ്ങ് പറഞ്ഞ കാര്യം കളവാണ്. ഇന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞ കാര്യം കളവാണ്. ഒരു മിനിറ്റ്, ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ലല്ല, ഞാൻ ഈ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ 2 ഗസ്റ്റേ ഉള്ളൂ, ഞാൻ ചോദ്യമേ ചോദിക്കണ്ട എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നിങ്ങൾ രണ്ടുപേരും മറുപടി പറയുന്നത് പറ്റുമോ? ശരി, പാർട്ടി സെക്രട്ടറി MP രാജേഷ് അങ്ങ് ഒക്കെ പറയുന്നത് പോലെ കുഴപ്പമില്ലെന്നേ, ഒരു മണിക്കൂറില്ലേ ഈ പറയുന്ന മദ്യനയത്തിന്റെ കരട് സാമ്പത്തിക കാര്യ സമിതിയിൽ ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങയുടെ മറുപടി? അല്ല, ഈ ഷഫീർ പറയുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല, വ്യക്തതയില്ല, ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് വന്ന് പറയുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ പറഞ്ഞ ഒരു കാര്യം.
ഇവിടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക ചർച്ചയോ ആലോചനയോ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഷെഫീർ പറയാണ് നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടെന്ന്. ആദ്യം കാര്യങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ. അതായത് പിന്നീട് താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് നേരത്തെ 2 വർഷം മുമ്പ് IT പാർക്കുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം, അതിൻ്റെ കാര്യമാണ്. 2 വർഷത്തെ മുമ്പുള്ള മദ്യനയത്തിൽ, പ്രഖ്യാപിതമായ മദ്യനയത്തിൽ എടുത്ത തീരുമാനമാണ് IT പാർക്കുകളിൽ ബാംഗ്ലൂരും മറ്റുമെല്ലാം ഉള്ളതുപോലെ കേരളത്തിലും മദ്യമാകാം എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നിയമസഭ ഉപസമിതി ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. താങ്കൾ പ്രയാസപ്പെടല്ലേ, ഉപസമിതിയുടെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. അത് വന്നു എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടക്കുന്ന സമയത്ത് അത് വന്നു, അത് യോഗം ചേർന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. പിന്നെ മന്ത്രിസഭ ഉപസമിതി ചേർന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുകയാണ്. ഇതൊന്നും ഈ ഘട്ടത്തിൽ നടന്നിട്ടില്ല. ഇത് തന്നെ 2 ഘട്ടത്തിലുള്ള കാര്യമാണ്. അതായത് ഇതിനോട് കൂടി ചേർത്ത് 2 വർഷം മുമ്പേയുള്ള മദ്യനയത്തിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞതും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്ന മദ്യനയത്തെക്കുറിച്ചുള്ളതാണ്. ഇതെങ്കിലും മിനിമം മനസ്സിലാക്കണം എന്നുള്ളതാണ് UDF പ്രതിനിധിയോട് പറയാനുള്ളത്. എല്ലാം ചേർത്ത് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ 2013 സാമ്പത്തിക കാര്യ സമിതിയിൽ വന്ന വിഷയമാണ് തിരുവഞ്ചൂർ അടക്കം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. 2013 2 വർഷം മുമ്പേയുള്ള മദ്യനയത്തിൽ 2 വർഷം മുമ്പേയുള്ള മദ്യനയത്തിലാണ് ഈ പറഞ്ഞ കാര്യം പ്രഖ്യാപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് നിയമസഭാ കമ്മിറ്റി ആയതാണ്. ഇനി ഈ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചാൽ ആ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് പുതിയ നിയമസഭാ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാവുക. ഇതൊന്നും ഷെഫീറിന് അറിയില്ലെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം മനസ്സിലാക്കേണ്ടത് ഇനി വരാനിരിക്കുന്ന മദ്യനയത്തെക്കുറിച്ചാണ്. ഞാൻ പറയട്ടെ, താങ്കൾ ആവോളം സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഖജനാവിലേക്ക് പണം കൂടുതൽ വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. UDFന്റെ കാലത്ത് വന്നത്ര പണം LDFന്റെ കാലത്ത് ഖജനാവിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 2012-13 UDFന് മദ്യം വിറ്റ വകയിൽ എക്സൈസ് തീരുവയും വിൽപ്പന നികുതി ഉൾപ്പെടെ ആകെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ 18.21% ലഭിച്ചതെങ്കിൽ 2022-23 പരിശോധിച്ചാൽ 13.4% എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ആകെ വരുമാനത്തിൽ 4.8% കുറവാണ് ഈ കാലഘട്ടം വന്നു നിൽക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്തത് അതുകൂടി പറയാനുള്ളൊരു അവസരം തന്നതിൽ സന്തോഷം. ബാബു പ്രത്യേകമായി ഈ പറഞ്ഞ എല്ലാ ബാറ് മുതലാളിമാരുടെയും യോഗം വിളിച്ചു ചേർത്തു. എന്നിട്ട് ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചു ഇത്രയാണ് നിങ്ങളുടെ ടാക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വളരെ കൂടുതലാണെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു. എന്നാൽ ശരി, കുറച്ച് ഇത്രയാക്കി തരാം, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ബാക്കി ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു അന്ന് ആക്ഷേപം. ആക്ഷേപമൊന്നും മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാമല്ലോ ബാബുവിൻ്റെ കയ്യിൽ നിന്ന് 25.82 ലക്ഷം രൂപ സ്വത്ത് ED കണ്ടുകെട്ടിയിരിക്കുന്നു. അന്നത്തെ മന്ത്രിയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു. ഇത് ഷെഫീർ മറന്നുപോയതാണ്. അനധികൃതമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ പൈസ ED കണ്ടുകെട്ടി, ബാബുവിൻ്റെ പൈസ പോയി, ഇങ്ങനെ കട്ടുണ്ടാക്കിയ പൈസ പോയി, അത് അറിയേണ്ടതുണ്ട്. പിന്നെ അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്. ആ കാലമാണ് ഈ കാലമെന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഞാൻ ഓരോ കാര്യത്തിലായിട്ട് പറയുന്നില്ല, പിന്നെ ചില കാര്യം പറയാൻ വിട്ടുപോയ പ്രശ്നമാണ്. അതായത് UDFന്റെ കാലത്ത് ഞങ്ങൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ആക്ഷേപം വന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസാനം EDയിൽ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. മാണിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഷെഫീർ പറ്റുമെങ്കിൽ ഒന്ന് കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കേരള കോൺഗ്രസ് ഒരു അന്വേഷണം നടത്തി. അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ 22, 26, 28 പേജ് ഒന്ന് ഷെഫീർ വായിച്ചു നോക്ക്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ 17-ാം പേജ് അടൂർ പ്രകാശിനെതിരെ, 14-ാം പേജ് ബാബുവിനെതിരെ, 18-ാം പേജ് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ഈ ആളുകൾ നടത്തിയ ഗൂഢാലോചനയിലാണ് തന്നെ പെടുത്തിയത് എന്ന് ശ്രീ മാണി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുമല്ലോ, അത് മനസ്സിലാവുമല്ലോ. പിന്നെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടൂർ പ്രകാശിൻ്റെ ഉറ്റ ബന്ധുവായ, ആ ബന്ധുത്വം സ്ഥാപിക്കാൻ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനായ ഒരാൾ, അദ്ദേഹം ഉന്നയിച്ച ആരോപണം കാശ് നേരിട്ട് വാങ്ങിയെന്നായിരുന്നു. നേരിട്ട് ബാബു ഉൾപ്പെടെ കാശ് വാങ്ങിയെന്ന് അദ്ദേഹം നേരിട്ട് ഉന്നയിച്ചു. അതിൻ്റെ ഭാഗമായി അന്നത്തെ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് കാര്യം ഏറ്റെടുത്തു.
KM മാണിക്കെതിരായി നിങ്ങൾ നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനായി. പിന്നെ ഞങ്ങൾ സംസ്ഥാന നേതൃത്വം തന്നെ ഈ പറയുന്ന ശബ്ദരേഖയും അത് ഉന്നയിച്ച ആളെയും അടക്കം തള്ളി പറയുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. സമാനമായ സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. ഈ പറയുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മദ്യലഹരിയുടെ പേരിൽ എന്ന് പിന്നീട് ബാർ ഉടമകളിൽ ചിലരൊക്കെ പറയുന്നുണ്ട്. ബിജു രമേശ് മാത്രമാണ് പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ബിജു രമേശ് മുന്നോട്ട് വെച്ച തെളിവുകൾ, അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ നുണപരിശോധനാ ഫലം ഇതൊക്കെ തിരിച്ചടിയാവുകയും അന്വേഷണം നടക്കുകയും ഹൈക്കോടതി പരാമർശം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സർക്കാരിന് കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിരിവ് നടത്തണമെന്ന് പറഞ്ഞ് ഒരു ഓഡിയോ സന്ദേശം ഇടുകയാണ്. അങ്ങനെ ഒരു ഓഡിയോ സന്ദേശം വെറുതെ ഇടാൻ കഴിയില്ല. ഒന്നുകിൽ പിരിവ് കൊടുത്ത് ശീലമുള്ളവർ, അല്ലെങ്കിൽ ബാർ ലൈസൻസിന് വേണ്ടി ഇങ്ങനെ പണം നിയമവിരുദ്ധമായി കൊടുക്കണമെന്ന് നല്ല ബോധ്യമുള്ളവർ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായെന്ന് പറയാൻ കഴിയും. നോക്കൂ, ഇപ്പം എന്നോടും ശ്രീ SK സജീഷോടും ശ്രീ BRM ഷഫീറിനോടും ഒരാൾ വന്ന് പറയുകയാണ് സർക്കാരിന് പണം കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ രാഷ്ട്രീയ ഇതും ബാക്ക്ഗ്രൗണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നടുത്ത് പണം കൊടുത്താലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അത് കൊടുത്താലേ നടക്കൂ എന്ന ബോധ്യം വേണം. അപ്പോൾ വെറുതെ ഇടാൻ കഴിയുമോ? അത് എനിക്ക് രണ്ട് കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. നേരത്തെ ശ്രീ BRM ഷഫീർ ഇങ്ങനെ തിരക്കഥ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനുകൂടി ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞു പോകേണ്ട അത്യാവശ്യ ചില കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. ഒരു കാര്യം, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഈ സർക്കാരിന് കാശ് കൊടുത്താൽ ഒന്നും നടക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയേണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിലൊരു തർക്കം അക്കാര്യത്തിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാറുകാരുടെ യഥാർത്ഥ ആവശ്യം എന്താ? അവർക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് കുറയ്ക്കലാണ് ആവശ്യം. ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റ് കുറച്ചു കൊടുക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചോ? ഇല്ലല്ലോ. ബീവറേജ് ഔട്ട്ലെറ്റ് ആധുനികവൽക്കരിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ കള്ള് ആധുനികവൽക്കരിക്കാനുള്ള ശ്രമമാണ് സ്വീകരിച്ചത്. അതായത് ബാറുകൾക്ക് അനുകൂലമായ ഒരു നിലപാടും ഇവിടെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന്റെ നയമല്ല. മാത്രവുമല്ല, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഉന്നയിക്കുന്ന രണ്ട് ആവശ്യം എന്ന് പറയുന്നത് ഡ്രൈഡേയും സമയപരിധി കൂട്ടുക എന്നുള്ളതുമാണ്. അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇതിപ്പോ മന്ത്രി പറയുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ആവശ്യം ലൈസൻസ് ഫീ കുറയ്ക്കുക എന്നുള്ളതാണെന്ന്. അവരുടെ ഏറ്റവും വലിയ ആവശ്യമായി അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഡ്രൈഡേ ഇല്ലാതാക്കുകയും സമയപരിധി നീട്ടുക എന്നുള്ളതുമാണ്. ഓക്കെ, ഞാൻ പറയാം. ഒന്ന്, അത് തന്നെയാണ് പറഞ്ഞത്. കുറേ മാധ്യമങ്ങൾ ചേർന്ന് ഇങ്ങനെ ഡ്രൈഡേ ഒഴിവാക്കുന്നു എന്നൊരു ചർച്ച ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈ പരിധിയുടെ കാര്യത്തിലും ചർച്ച ഉണ്ടായിക്കൊണ്ടുവരുന്നു. ഇതൊന്നും എവിടെയും ചർച്ച ചെയ്ത വിഷയമല്ല. അങ്ങനെ ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു നയം രൂപീകരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രം. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ അദ്ദേഹം ഔട്ട്ലെറ്റുകളുടെ കാര്യവും മറ്റുമെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ UDFന്റെ കാലത്താണ് ഈ കാര്യങ്ങളെല്ലാം മദ്യത്തിൽ മുക്കി കേരളത്തെ മാറ്റിയത് UDFന്റെ കാലത്താണ്. 2016 UDF കാലം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബിയർ ആകെ വിറ്റത് 1706 ലക്ഷം കേസാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016-21 ഘട്ടത്തിൽ 1610 ലക്ഷം കേസ് മാത്രമാണ് വിറ്റിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 96 ലക്ഷം കേസിൻ്റെ കുറവാണ്. UDFന്റെ കാലത്ത് 2012-13 കാലഘട്ടം എടുത്താൽ വിദേശ മദ്യം 244.3 ലക്ഷം കേസാണ് വിറ്റെങ്കിൽ ഇപ്പോൾ 2002-2003 അങ്ങനെ വാചകമൊന്നും താങ്കളുടെ വാക്കിൽ അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്ന ഫേസ്ബുക്കിൽ പോയാൽ എല്ലാവർക്കും ഇത് വായിക്കാൻ കഴിയുന്നതാണ് പറയുന്ന തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും പബ്ലിക് ഡൊമൈനിലില്ല. പബ്ലിക് ഡൊമൈനിൽ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ പലതും കൊണ്ടുവരുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങൾ അനുവദിക്കുന്ന തുച്ഛമായ സമയത്തിന്റെ MP രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ചിലപ്പോൾ ഞാൻ റെഫർ ചെയ്യും. കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് റെഫർ ചെയ്യും. അല്ലാതെ മാധു എനിക്ക് ഒരു കുറെ കാര്യങ്ങൾ പക്ഷെ ഞാൻ ആ ചോദ്യം അല്ല ചോദിച്ചത്. ഞാൻ പറയട്ടെ. ഞാൻ BRM ഷഫീർ ഇവിടെ ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോ അതല്ല എന്നത് എനിക്ക് പറയേണ്ടി വരും.
അതിന് താങ്കൾ എന്തിനാണ് ഷഫീർ, ആ കണക്ക് അങ്ങോട്ട് ചോദിച്ചില്ല. ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ, അങ്ങ് എന്നോട് ഞാൻ ചോദിക്കാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. ഷഫീർ ആ ചോദ്യം ചോദിച്ചില്ല, ഈ പറയുന്ന കണക്കുകൾ അങ്ങോട്ട് ചോദിച്ചില്ല. അവസാനിപ്പിച്ചിട്ടേ പോകും. അതും അതിലൊരു തർക്കം അക്കാര്യത്തിലില്ല. നിങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വിചാരിച്ച് മാത്രം ഇരിക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ. പറയേണ്ട കാര്യം ഞങ്ങൾ പറയും. നിങ്ങൾ ഇങ്ങനെ തടസ്സപ്പെടുത്തിയാലോ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാലോ ഒന്നും നടക്കില്ല. അത് ഞാൻ പറയേണ്ട ഒന്ന്, ശരിക്കും പറഞ്ഞാൽ ഒരു 2 വാക്കിന്റെ വ്യത്യാസത്തിലാണ് ഇത് ഫുൾ. അതിന്റെ യഥാർത്ഥ അർത്ഥം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തരുത്. അതിനു വേണ്ടിയിട്ട് അവസാന വാചകം പറഞ്ഞ് ഒരു 2 വാക്ക് പറയുന്നതിന്റെ ഇടയിൽ അങ്ങ് കട്ട് ചെയ്ത് കളിയുക. അത് നിങ്ങളുടെ സ്ഥിരം രീതിയാണ്. ആ രീതി കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ ചാനൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്. നിങ്ങളെ പോലെയുള്ള ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് ഇങ്ങനെ ചിലതുണ്ടാക്കി കൊണ്ടുവരും. ഞങ്ങൾക്ക് അതിലൊരു പുല്ല് വിലയേ ഉള്ളൂ. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഇവിടെ UDF കാലം പോലെയല്ല. പുല്ലിന്റെ വിലയും നിലവാരവും ഒക്കെ അവിടുന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അല്ലല്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ഇത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന കാര്യമല്ല. ഇത് ബാർ അസോസിയേഷന്റെ, ക്ഷമിക്കണം, ബാർ ഉടമ അസോസിയേഷന്റെ അല്ലല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഓഡിയോയാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലാണ്. അതാണ് വാർത്തയായി നൽകിയത്. അല്ലാതെ കേരളത്തിലെ ഒരു മാധ്യമവും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ വാർത്തയായി പുറത്തു കൊണ്ടുവന്ന കാര്യമല്ല ഇത്. ഇതൊരു ഓഡിയോ ലീക്ക് ചെയ്താണ്. അതിൽ പറയുന്ന കാര്യങ്ങളാണ്. ആ പറയുന്ന ആളുടെ ഐഡന്റിറ്റിയും അയാളുടെ ഔദ്യോഗികമായ ഫോൺ നമ്പറിൽ നിന്ന് വന്ന ഓഡിയോ സന്ദേശവുമാണ്. അത് നാട്ടുകാർ അറിയണ്ട എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്നതിന് നമുക്കെന്താ കുഴപ്പം? നിങ്ങൾ എന്തെല്ലാം അറിയിക്കുന്നുണ്ട്. അറിയിക്കേണ്ടതെല്ലാം അറിയിക്കണമല്ലോ. കാര്യം മനസ്സിലാക്കേണ്ടത്, രാവിലെ നിങ്ങളുടെ വാർത്തയിൽ തന്നെ നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ പറയാണ് ഇത് ആധികാരികമാണോ എന്ന് അറിയില്ല, ഇതിന്റെ വസ്തുതകളെ കുറിച്ച് അറിയില്ല, എന്നാലും ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളും ഇപ്പോൾ പറയുന്നത്. ഇത് ആധികാരികമാണ്, സർക്കാർ 25 കോടി പിരിച്ചു കൊടുത്തു ഞങ്ങൾ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇത് വെച്ചിട്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ മധു? ഒന്ന് കേൾക്ക്. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? ഇതൊക്കെ വെച്ചിട്ട് അപ്പുറത്തുനിന്ന് കുറെ ആളുകൾ ആഘോഷിക്കാൻ വേണ്ടി വരികയാണേ കോൺഗ്രസ്സുകാര്. അവര് ചെയ്ത പോലെയാണ് ഈ കാലം ഒന്ന് കരുതി പോവുകയാണ്. അതല്ല ഞങ്ങളുടെ രീതി വേറെയാണ്. നിങ്ങളെ പോലെ ഉള്ള രീതി നല്ലത്. ഷഫീറെ, കുറച്ചുകൂടി മാന്യമായി സംസാരിച്ചാൽ നല്ലതാ. അത്രയും നല്ല ഭാഷയിലൊക്കെ പറയാൻ അറിയാം. പുല്ല് വിലയെന്നൊക്കെ പറഞ്ഞത് ആരാ? ഞാനാണോ? ഞാൻ നിങ്ങളെ ചാനൽ ചർച്ച ഞാൻ ഈ ചർച്ചയിലല്ല ഒരു ഞാൻ വിളിക്കാറില്ല. അത് എന്റെ രീതിയും അല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉന്നയിക്കാറില്ല. ആര്? നിങ്ങളല്ലേ തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. അത് പോകട്ടെ. സജീഷ് പൂർത്തിയാക്കിയോ? എവിടെ? ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് തീരാൻ സമയം എടുക്കില്ലേ മാധു? MP രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതുപോലെ വായിക്കണ്ടേ? അത് വായിച്ചു തീരാൻ സമയം എടുക്കും. വായിക്കാൻ സമയം കൊടുക്ക്. ഷഫീർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. MP രാജേഷിന്റെ ശബ്ദരേഖയെ കുറിച്ച് ചോദ്യം, മാധുവിന്റെ ചോദ്യം ശബ്ദരേഖയെ കുറിച്ച്. MP രാജേഷ് ഔദ്യോഗികമായ കാര്യങ്ങളിലും സർക്കാർ സംവിധാനങ്ങളിലും അതുപോലെ തന്നെ പാർട്ടി സംവിധാനങ്ങളിലും എല്ലാം ഇതിന്റെ രേഖകളും കണക്കുകളും കാര്യങ്ങളും ഒക്കെ വസ്തുത വരും. ആ വസ്തുത ഈ ചർച്ചയിലും അവതരിപ്പിക്കുക, കൂടുതൽ ആളുകളിലേക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കേണ്ട ആളുകളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ള പണി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾ വേറെ ഏതെങ്കിലും ഇല്ലാത്ത ഒരു കണക്കുണ്ടാക്കി കൊണ്ടുവരികയല്ല. ആ കണക്ക് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDFന്റെ കാലവും LDFന്റെ കാലവും ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യം ആ ED ഷഫീർ, ഞാനിപ്പോ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഷഫീർ ഒരു കാര്യം, നമ്മൾ കുറെ കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്നെ പറയാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചാണ് താങ്കൾ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഈ ചർച്ച നമ്മൾ പരസ്പരം ഇടയിൽ കയറി ഇടപെട്ടാൽ ഞാൻ നന്നായിട്ട് ഇടപെടും. ഞാനതിന് മോശമൊന്നുമല്ല. ആയിക്കോട്ടെ. ഒരു കാര്യം ഞാനിത് പറഞ്ഞത് ഇങ്ങനെ പിഴയുടെ കാര്യം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം
ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യവും പറഞ്ഞു. ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തിൻ്റെ തന്നെ പരിശോധിച്ചാൽ പിന്നെ 3.5 കോടി രൂപയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള വെട്ടിപ്പ് കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. ഏറ്റവും ചുരുങ്ങി ഒന്ന് പോട്ടെ ഷഫീറെ, നിങ്ങളുടെ കാലത്ത് ഈ ബാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും നിലപാടുണ്ടായിരുന്നോ? ഈ ഗവൺമെന്റ് വന്നപ്പോഴാണ് പിഴ മാത്രമല്ല, നിങ്ങളുടെ കാലത്ത് പിഴ ഉണ്ടായിരുന്നു, പിഴ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, സസ്പെൻഡ് ചെയ്യാൻ, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ലൈസൻസ് റദ്ദാക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ 52 കേസാണ് വന്നത്. 32 ലൈസൻസ് റദ്ദാക്കി, ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, 2 ലൈസൻസ് റദ്ദാക്കി, പിഴ ഈടാക്കി. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കാലത്ത് നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കാലത്ത് ഈ സംവിധാനം പോലും ഇല്ല. നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവരുടെ യോഗം വിളിച്ചു ചേർത്ത് പൈസയും വാങ്ങിയിട്ട് അവസാനം നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കെ ബാബുവിന്റെ 25.82 ലക്ഷം രൂപ ഉണ്ടല്ലോ ED കൊണ്ടുപോയത്, അതിങ്ങ് വാങ്ങിയെടുക്കാൻ നോക്ക്. നല്ല പണാണെങ്കിൽ അത് വാങ്ങിയ പൈസയല്ലേ പോയത്? നിങ്ങളുടെ നേതാവിന്റെ പൈസ പോയി. അതല്ലേ പ്രശ്നം മന്ത്രിയുടെ? ശരി. ശ്രീ BRM ഷഫീർ, ദാ നോക്കൂ, ഇതിപ്പോ ഒരു ഓഡിയോ, ഒരു ശബ്ദ സന്ദേശം ലീക്ക് ചെയ്ത് കിട്ടി മാധ്യമങ്ങൾക്ക്, അവരത് വാർത്തയായി നൽകി. ശ്രീ BRM ഷഫീർ, പക്ഷെ സർക്കാരുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്കുമില്ല. സർക്കാരിന് കൊടുക്കണം എന്ന് ഇവർ പറയുന്നതല്ലാതെ ആരാവശ്യപ്പെടുന്ന ഒരു നേതാവിന്റെയും പേര് പറയുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന സംഘടന തന്നെ ഇങ്ങനൊരു കാര്യമില്ല എന്ന് പറയുന്നു. കെട്ടിടം കെട്ടാൻ പണം നൽകിയെന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്ന അനിമോൻ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് നിന്ന നിപ്പിൽ MP രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുന്ന എന്ത് ഗ്രൗണ്ടാണുള്ളത്? അല്ല, ഒരു കാര്യം, ഇനിയിപ്പോൾ അനിമോൻ ഈ സംഘടനയിൽ ഉണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റും? അനിമോന് പറയാൻ പറ്റുമോ? ഞാനിത് പിന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ജില്ലയിലെ പിരിവ് തരാത്ത അല്ലെങ്കിൽ പണി തരാത്ത ഈ ബാറുകാരെ വിളിച്ച് പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന് അയാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾ പണപ്പിരിവ് നടത്തിയെന്ന് ഈ ബാർ പിന്നെ ഓണേഴ്സ് അസോസിയേഷൻ സമ്മതിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതുപോലെ പണം വാങ്ങുന്നു CPM സമ്മതിക്കാൻ പറ്റുമോ? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയില്ലേ? പണ്ട് ബിജു രമേശ് സമ്മതിച്ചു. അല്ല, ഒരു മിനിറ്റ്, എന്നിട്ട് എന്തായി? അതിനുശേഷം ഒരുപാട് വെള്ളം അതിനെ കൂടെ പോയല്ലോ. ശ്രീ KM മാണിയെ, അല്ല ഒരു മിനിറ്റ്, KM മാണിയെ വല്ലാതെ പിന്നെ തടഞ്ഞല്ലോ, ചെറുത്തല്ലോ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? KM മാണിനെ നിങ്ങൾ തന്നെ കുറ്റവിമുക്തനാക്കിയില്ലേ? 15 മിനിറ്റ് അവരുടെ റിപ്പോർട്ട് വന്നില്ലേ? നിങ്ങളാണ് കൂടാലോചന നടത്തിയെന്ന്. അല്ല, അത് വന്നിട്ടില്ലേ? അല്ല, അത് വന്നില്ലേ? ഒരു മിനിറ്റ്, കെ ബാബുവിന്റെ പൈസയും കൊണ്ട് ED പോയില്ലേ? ഞാൻ പറയട്ടെ, അതിന് മറുപടി പറയട്ടെ. നിങ്ങളുടെ മിണ്ടാണ്ടിരിക്കി. ഇനി കണ്ടുകെട്ടി പോയില്ലേ? കുറെ നേരം കൊണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇടപെട്ട പ്രയാസമുണ്ടല്ലേ? നിങ്ങൾ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് ഭരിക്കുന്നുണ്ടല്ലോ. കെ ബാബുവിനെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്ന. കെ ബാബുവിനെ നിങ്ങൾ ജയിലിലിട്ട. കെ ബാബുവിനെ തൂക്കിക്കൊന്നിട്ടില്ല. കെ ബാബുവിന്റെ പൈസ 25.82 ലക്ഷം രൂപ ED കണ്ടുകെട്ടിപ്പോയി. മന്ത്രിയുടേത്. ഇതിൽ പേരുള്ള മറ്റൊരു മന്ത്രി PS ശിവകുമാർ, അദ്ദേഹത്തിന്റെയും ED അന്വേഷണം നടത്തുന്ന അനധികൃത അങ്ങ് ഇടപെടുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടപ്പോൾ അങ്ങ് അനുവദിച്ചില്ല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാം. ഇടപെട്ട് പോകരുതില്ല. ഒരു കാര്യം, ശ്രീ കെ ബാബുവിന്റെ ഇടപെട്ടോണ്ടാ ഞാനും ഇടപെട്ടത്. അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയട്ടെ. SK സതീഷ് വേണമെങ്കിൽ റഫറൻസിന് വെച്ചോ, മാതൃഭൂമി റഫറൻസിന് വെച്ചോ, മാതൃ റഫറൻസിന് വെച്ചോ, വെല്ലുവിളിച്ചോണ്ട് പറയാ. കെ ബാബു അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടും ബാർകോഴ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടും EDയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും എടുത്ത സകല കേസുകളിൽ നിന്നും കെ ബാബുവിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. കെ ബാബുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മുഴുവൻ പണവും അല്ല 25.82 ലക്ഷം രൂപ കൊണ്ടുപോയത് അനധികൃത സ്വത്താണ്. ഒരു മിനിറ്റ്, മാത്രമല്ല അല്ല, നിങ്ങൾ പറയുന്നത് കളവാണ്, നിങ്ങൾ പറയുന്നത് പൊളിയാണ്. കെ ബാബുവിന്റെ കയ്യിൽ നിന്ന് 1 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൽ നിന്ന് 1 തരി സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തു എടുത്തിട്ടുണ്ടെങ്കിൽ, അത് മഹസർ പ്രകാരം എടുത്തിട്ടുള്ളതാണെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കേസുകളിൽ നിന്നെല്ലാം കെ ബാബുവിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. കെ ബാബുവിനെതിരായി ഉന്നയിക്കപ്പെട്ട ഒരാരോപണവും ഈ കഴിഞ്ഞ 1 നാളുകൾക്കിടയിലും നിങ്ങൾക്ക് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കെ ബാബു നിങ്ങളുടെ തലതൊട്ടപ്പനായ നേതാവിനെ തോപ്പിച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വന്നത്, തൃപ്പൂണിത്തുറയിൽ ജയിച്ചത്. കെ ബാബുവിനെതിരായി ED എടുത്ത കേസ്, വിജിലൻസ് എടുത്ത കേസ്, സകല കേസുകളിൽ നിന്നും കെ ബാബുവിനെ ഒരു ചുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കെ ബാബുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ നിസ്സഹായരായി പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, എടുത്തുകൊണ്ടുപോയ സാധനം, KK സതീഷേ, ED എടുത്തുകൊണ്ടുപോയ സാധനം കോടതി കൊണ്ടുവച്ചു.
അത് അനധികൃതമാണ് തെളിയിക്കാൻ ഇഡിക്ക് കഴിയാതെ വന്നു. സാധനം തിരിച്ചു കൊടുത്തു. അറിയാമെങ്കിൽ അറിഞ്ഞോ, പഠിക്കാമെങ്കിൽ പഠിച്ചോ. ഒരു ഇഡിക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ബാർ കോഴ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ഇടുക്കി, അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറി ശിവരാമൻ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. അനധികൃതം, അന്വേഷിക്കണം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശിവരാമന്റെ പ്രസ്താവന വേണമെങ്കിൽ മാതൃഭൂമി കാണിക്കട്ടെ. അതിനകത്ത് വളരെ ആരാണെന്നറിയോ ശിവരാമൻ? ആരാ ശിവരാമൻ? വിഷയം അതീവ ഗൗരവതരം, ഇടതുപക്ഷ സർക്കാരിന്റെ പേരിൽ പണം പിരിക്കുന്നുണ്ടെങ്കിൽ ഗൗരവതരം. പറഞ്ഞത് CPIയുടെ നേതാവാ ശിവരാമൻ, ഇടുക്കിയിലെ. അങ്ങനെയല്ല അത് അദ്ദേഹം പറയുന്നത് പണമുള്ളവർക്ക് സ്വാധീനിക്കാമെന്ന് ബാറുടമ പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അന്വേഷിക്കണം. ഒരു നിമിഷം, സർക്കാരിന് ഒരു നിമിഷം പറയുന്നത് ഗൗരവതരമാണ്. ഒരു നിമിഷം ശ്രീ BRM ഷഫീർ, അല്ലല്ല, ഒരു മിനിറ്റ്. സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അതെന്താ പറയാത്തെ? അല്ലല്ല, ഒരു ബാറുടമ പറയുന്നത് ഗൗരവതരമാണ് എന്നുള്ളതുകൊണ്ടാണ് മന്ത്രി അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. ഗൗരവതരം എന്ന് പറഞ്ഞാൽ അത് സത്യമായ ആരോപണം അല്ലല്ലോ. CPIയുടെ ജില്ലാ സെക്രട്ടറി പറയാണ് വിഷയം ഗൗരവതരം. SK സതീഷ് പറയാണ് ഗൗരവമില്ലാത്ത വിഷയം, ഞങ്ങളിൽ ഒരു ചർച്ചയും ഇല്ലാത്ത വിഷയം, ഗവൺമെന്റിനെതിരായിട്ടുള്ള ഇവിടുത്തെ ഗൂഢാലോചനയാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഇനി പ്രിയപ്പെട്ട ഷഫീറെ, മുഴുവൻ കാര്യം പറയുക. നേരത്തെ പറഞ്ഞ പോലെ 2 വർഷം മുമ്പേയുള്ള കാര്യം എടുത്തിട്ട് ഈ ചർച്ചയിൽ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. ഞാൻ പറയട്ടെ, KM മാണി എന്ന് പറയുന്ന നേതാവിനെ ബാർക്കോഴയാണെന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ അദ്ദേഹത്തിന് ക്ഷൗരം ചെയ്യാൻ വേണ്ടി പണം പിരിച്ച് നിങ്ങൾ കഴുത്തിൽ കെട്ടിത്തൂക്കിയ ടാഗുകളുമായി ഡിവൈഎഫ്ഐക്കാർ വഴി തടഞ്ഞ് നിയമസഭയ്ക്കകത്തിട്ട് അദ്ദേഹത്തിന് ആക്രമിച്ച് ഞങ്ങളുടെ പേരല്ല കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്, നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരാണ്. കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് UDF നേതാക്കന്മാരുടെ, കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരാണുള്ളത്, ഞങ്ങൾക്കെതിരെയുള്ള പേരല്ല. ഇനി ഒരു കാര്യം, എന്താ നിങ്ങളുടെ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു നിമിഷം, നിങ്ങൾക്കൊന്നും പറയാനില്ല. മാപ്പ് പറയേണ്ട ആളുകളുടെ പേര് എന്റെ സമയത്തിൽ കയറി ഇടപെടുകയാണ്. മാപ്പ് പറയേണ്ടവരുടെ പേര് അവരുടെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സംസാരിക്കില്ല. ഒരു വാക്ക് പറയത്തില്ല. ആവശ്യത്തിന് സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. SK സതീഷ് അങ്ങേക്ക് പറയാനുള്ള സമയം ഞാൻ തരും. നമ്മുടെ പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഇദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 2016 ഏപ്രിൽ 18. മദ്യനയം തട്ടിപ്പ്. എന്തിനാണ്? പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ഒരു 5-6 എണ്ണത്തിന് ലൈസൻസ് കൊടുക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തീരുമാനമെടുത്തപ്പോൾ അന്ന് വല്ലാതെ പൊട്ടിത്തെറിച്ച് കടൽക്ഷോഭം നടത്തിയ സഖാവ് പിണറായി വിജയന്റെ FB പോസ്റ്റാണ്. മദ്യം ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാനും CPM ബാധ്യസ്ഥം. ആര്? പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി. അന്ന് മദ്യവിപത്തിനെ കുറിച്ച് ചെറുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ LDF വരുമ്പോൾ എല്ലാം ശരിയാകും പറഞ്ഞത് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് നിങ്ങൾക്കറിയാം 669 പുതിയ ബാറുകൾ, രണ്ടാമത്തെ ഗവൺമെന്റ് കാലത്ത് 130 പുതിയ ബാറുകൾ എല്ലാം വിവാദം ലൈസൻസ് പുതുക്കി നൽകിയപ്പോഴല്ല, ബിജു രമേശ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ 5 കോടി ചോദിച്ചു 1 കോടി രൂപ വാങ്ങി എന്ന വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴാണ് ഉണ്ടായത്. ആ വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രീ ബിജു രമേശ് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹായ അമ്പിളിയുടെ നുണപരിശോധന ഫലം പുറത്തു വന്നു. നിങ്ങൾ പറയുന്ന KM മാണി രാജിവെച്ചു. ഇതൊക്കെ നടന്നല്ലേ? പിന്നെ നുണപരിശോധന റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നോ ബിജു രമേശ് അനുകൂലമായിരുന്നോ? ആ CD എഡിറ്റഡ് ആയിരുന്നോ എഡിറ്റഡ് അല്ലായിരുന്നോ? ഒരു നിമിഷം, തെളിവുകൾ ഞങ്ങൾക്കെതിരായിരുന്നോ അല്ലായിരുന്നോ? പണം കൊടുത്തു എന്ന് പറയുന്നതിനെ ശരിവെക്കുന്നതാണ് അമ്പിളിയുടെ നുണപരിശോധന ഫലം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾക്ക് എന്ത് അനുകൂലം? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആർഗ്യുമെന്റ് അനുകൂലമായിരുന്നില്ല. ശരി, ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഒരു നിമിഷം, അതാണ് നേരത്തെ ശ്രീ സജീഷ് പറഞ്ഞത് നിങ്ങളാണ് ആ കേസ് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞത്. ശരി, ഒരു നിമിഷം, അല്ലല്ല, ശ്രീ SK സജീഷ് ഇടപെട്ട് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞത് അങ്ങ് പൂർത്തിയാക്കിയിട്ടാണ്. ഒരുപാട് സമയമായി അദ്ദേഹത്തിന് പണം പിരിച്ചോ ഇല്ലയോ? പണം പിരിച്ചു. ആരാ പിരിച്ചത്? ബാർ അസോസിയേഷന്റെ ഭാരവാഹി. ആരാ പിരിച്ചത്? ജില്ലാ പ്രസിഡന്റ്. എവിടെ നിന്നാണ് പിരിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തത്? സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞ്. എന്താ പറഞ്ഞത്?
മൂന്നിലൊന്ന് പേർ പൈസ തന്നു, 1/3 പൈസ തന്നു, 2 തരാനുണ്ട്. എന്തിനാണ് പിന്നെ ഈ പണം പിരിക്കുന്നത്? ഡ്രൈ ഡേ മാറ്റാൻ, 1-ാം തീയതിയിലത്തെ അവധി മാറ്റാൻ, 2 10 മണി എന്നുള്ളത് പിന്നെ സമയം 11 മണി വരെ ദീർഘിപ്പിച്ച് കിട്ടാൻ, ഫീസ് കുറയ്ക്കാൻ. ഇനി വീണ്ടും ആഡ് ചെയ്ത് പറഞ്ഞ എന്താണ്? ചിലത് കൊടുത്താലേ ചിലത് കിട്ടൂ. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താണ്? സർക്കാരിന് കൊടുക്കാൻ എന്നവർ പറഞ്ഞു, അത് സർക്കാർ പറയണം എന്നുള്ളതാണ്. ശരി, അല്ല ആർക്ക് കിട്ടി എന്ന് അറിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സർക്കാർ മന്ത്രി അതിന് മറുപടി പറയണം എന്ന് പറയുന്നത്? ആർക്ക് കിട്ടി അറിയില്ലേ? ആർക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് അറിയില്ല. ആർക്ക് കിട്ടി? അല്ല ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് സർക്കാരിനോ മന്ത്രിക്കോ ആണെന്ന് പറഞ്ഞാലേ സർക്കാർ രാജിവെക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഒരു മിനിറ്റ്, ആരെ ഈ സർക്കാരിനെ ബാധിക്കുന്ന എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എനിക്കോ നിങ്ങൾക്കോ ഈ പറയപ്പെടുന്ന പോലെ ഡ്രൈ ഡേ മാറ്റി കൊടുക്കാൻ പറ്റോ? ചോദ്യം. എനിക്കോ മാധ്യമനോ 11 മണിക്ക് രാത്രി 11 മണി വരെ ബാറിന്റെ സമയം മാറ്റി കൊടുക്കാൻ പറ്റോ? പറ്റുന്നവരാര്? സർക്കാർ. അതുകൊണ്ടാണ് ഗൂഢാലോചന എന്ന് ആരോപിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സർക്കാരിന് വേണ്ടിയിട്ടാണ് പണം പിരിച്ചെന്ന് വ്യക്തമല്ലേ? ശരി, ഒരു മിനിറ്റ് ശ്രീ എസ് കെ സജീഷ് അങ്ങയിലേക്ക് വരാം. ഇതിനിടയ്ക്ക് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് ഇടവേള. ശ്രീ എസ് കെ സജീഷ്, ഈ ഇതിനിടയ്ക്ക് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കേരളീയം മുതൽ ഇങ്ങോട്ട് പിരിവിന്റെ ബഹളമാണ്. അത് സഹിക്കാൻ കഴിയാതെ ചിലർ ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതാണ്. ഇനി പിരിവ് നൽകാൻ കഴിയില്ല എന്ന ഒരു തീരുമാനത്തിന്റെ പേരിൽ പുറത്തു വന്നതാണ് എന്ന്. അബ്കാരികളുടെ കയ്യിലാണ് സർക്കാർ എന്നുള്ളതാണ് പ്രതിപക്ഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലൂടെ ആരോപിക്കുന്നത്. മാധു, ഒരു കാര്യം ഇവരിങ്ങനെ വിളിച്ചു പറയുന്നു എന്നുള്ളതിലപ്പുറത്തേക്ക് ഇതിലൊരു കാര്യമില്ല. ഒന്ന്, ഇപ്പോൾ നേരത്തെ ഈ പറയുന്ന ഈ വിവാദമായ ഓഡിയോ ക്ലിപ്പിൽ തന്നെ ഒരു ബാറുടമ പണം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ബാറുടമ തന്നെ മാധ്യമങ്ങളിൽ വന്നു പറഞ്ഞു ഞാനങ്ങനെ ഒരു പണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇതാണ് വ്യക്തതയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഷഫീർ കുറേ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. നേരത്തെ തന്നെ ആളുകൾക്ക് വ്യക്തമായി കാണും. അതായത് 2 വർഷം മുമ്പ് മദ്യനയത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച കാര്യവും അതിൽ ഇപ്പോൾ നിയമസഭാ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുന്ന കാര്യവും ഒക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പറയുന്നത് എന്ത്? ഫീസ് കുറയ്ക്കൽ, ഡ്രൈ ഡേ ഒഴിവാക്കൽ, അതുപോലെ തന്നെ ഈ സമയം നീട്ടൽ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. എവിടെയാണ് ചർച്ച ചെയ്തത്? അതിൻ്റെ ഒരു പ്രാഥമിക ആലോചനയോ പ്രാഥമിക ചർച്ചയോ നടത്തിയിട്ടില്ല. ചില മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വരുന്നു. അല്ലാതെ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു യോഗമോ ഏതെങ്കിലും ഒരു ചർച്ചയോ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പിന്നെ അതിൽ പരിശോധിച്ചാൽ ഫീസ് കുറയ്ക്കൽ എന്ന് തന്നെ ഷഫീർ പറഞ്ഞല്ലോ. അതായത് ഫീസ് ഞങ്ങൾ കുറയ്ക്കുകയല്ല. നിങ്ങളുടെ കാലത്ത് ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന 23 ലക്ഷം ഇപ്പൊ 35 ലക്ഷമാണ്. നിങ്ങൾ 1 ലക്ഷമാണ് കൂട്ടിയെങ്കിൽ ഞങ്ങൾ കൂട്ടിയത് 12 ലക്ഷമാണ്. മനസ്സിലായോ? 12 ലക്ഷമാണ് ഈ ഗവൺമെന്റ് കാലത്ത് 8 വർഷത്തിനിടയിൽ കൂട്ടിയത്. ഇതാണ് വസ്തുത എന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ മദ്യത്തിന്റെ വരുമാനം ഈ കാലഘട്ടത്തിൽ കുറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഫീസ് കൂട്ടിയതാണ്. പിഴയും അതോടൊപ്പം തന്നെ ലൈസൻസ് റദ്ദാക്കലും അതുപോലെ തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യലും ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ച ഈ കാലത്ത് മാത്രമാണ്. നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു നിയമം പോലും ഇല്ല. മാത്രവുമല്ല, ഈ മദ്യത്തിന്റെ ഉപയോഗം കൂടി എന്ന് താങ്കൾ പറയുന്നു. ഞാനതാണല്ലോ പറഞ്ഞത്. 96 ലക്ഷം കേസ് മദ്യത്തിന്റെ ഉപയോഗമാണ് കുറഞ്ഞത്. 96 ലക്ഷം കേസ് മദ്യത്തിന്റെയും ബീറിന്റെയും ഉപയോഗമാണ് കുറഞ്ഞത്. ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന്റെ വിദേശ നിർമ്മിതാണെങ്കിൽ അതിലും കൂടുതൽ വരും. ഇങ്ങനെ കേസ് കുറയുകയാണ് ചെയ്തത് എന്നത് മറ്റൊരു വസ്തുത ഇവിടെ. അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുകയും ഇവിടെ മദ്യത്തിൽ നിന്ന് ആളുകളെ മോചിതമാക്കാനുള്ള ശ്രമം ഒരു വശത്ത് ഗവൺമെന്റ് ഭാഗത്ത് നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 1,19,556 പേരെ മദ്യത്തിന്റെ അളവ് കുറഞ്ഞു നിലപാട് സ്വീകരിച്ചു. നിയമസഭയിൽ വെച്ച കണക്കാണോ? നിയമസഭയിലും വെച്ചിട്ടുണ്ട്. ഒരു കാര്യം താങ്കൾ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒന്ന് അതാണല്ലോ 2 വർഷം മുമ്പേയുള്ള കാര്യവും കൂടി ഇതിനോട് ചേർത്ത് വെച്ച് താങ്കൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത്. താങ്കൾ ഏതെങ്കിലും ഒരു നേതാവ് ഓൺ ചെയ്യുവോ? നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ ഐ ടി പാർക്കുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകൾക്ക് മെച്ചമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ KPCC പ്രസിഡന്റ് വിടുവായത്ത പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നാണത്. നിങ്ങളുടെ സ്വന്തം ആളായതുകൊണ്ട് അത് ഏറ്റെടുത്ത് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു. ഞാനത് ആവർത്തിക്കാതിരുന്നത് മാധു ഈ ചർച്ചയിൽ അത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെയല്ലേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും?
എന്നിട്ട് പിന്നെയും പറയുകയാണോ? നിങ്ങളുടെ കാലം വെച്ച് വിലയിരുത്തരുത് എന്നേ പറയാനുള്ളൂ. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ ഈ ഗവൺമെന്റിനെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ അനധികൃതമായി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഞങ്ങളുടെ രീതിയും അതല്ല. ഇത്രയും കാലം 8 വർഷത്തിനിടയിൽ നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ഒരു പുകിലൂടെ ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാവാനും പോകുന്നില്ല. ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതുപോലെ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിച്ച് ഗവൺമെന്റ് യുക്തമായ തീരുമാനം എടുക്കും. ആ തീരുമാനം എടുക്കാൻ ഇപ്പൊ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ആലോചിച്ച് യുക്തമായ തീരുമാനം എടുക്കും. അതിന്റെ ഇടയിൽ ഇത്തരം ആരോപണം ഉന്നയിക്കുക, ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ പണം കൊടുത്തു എന്ന് പറയുന്ന ആൾ തന്നെ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുക, അങ്ങനെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് അയ്യോ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളൊരു കൂട്ടർ എന്ത് കേട്ടാലും ഉടനെ, പണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശനാണ്, അദ്ദേഹം ഉടനെ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ട്. ആ രീതിയിലൊന്നും ഇവിടെ ആരും കിടുങ്ങി പോകാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്ന പോലെയാണോ എല്ലാവരും ചെയ്യുക എന്ന് തോന്നിപ്പോകുന്നതാണ്. അതാണ് പ്രശ്നം. അതായത് സാധാരണ നാട്ടുപുറത്ത് പറയും മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾ കാണുന്നതൊക്കെ മഞ്ഞയായി തോന്നുന്നു. നിങ്ങളെ പ്രശ്നം അതാണ്, മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നു എന്ന പ്രശ്നമാണുള്ളത്. ആ പ്രശ്നം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തത്, കൃത്യമായി DGPക്ക് പരാതി കൊടുത്ത് അതിന്റെ കൂടാതെ തന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തെല്ലാം കളവ് പറയുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം പോലും താങ്കളൂടെ വളച്ചൊടിച്ചില്ലേ? ഞാൻ പറയുന്നില്ല. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താണ്? തീർത്തും പറയണം, സർക്കാരിനെതിരായിട്ടുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ മാധു നേരത്തെ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഈ ഗൗരവതരമാണ്, സർക്കാരിനെതിരായുള്ള ഗൗരവതരമായ ഗൂഢാലോചനയാണെന്നല്ലേ പറഞ്ഞത്? അന്വേഷിക്കണമെന്ന് തന്നെ പറഞ്ഞത്. ഗൗരവതരമാണ്, സർക്കാരിനെതിരായ ഗൂഢാലോചനയാണെന്നല്ലേ പറഞ്ഞത്? സർക്കാരിനെതിരെ ഗൗരവതരമായ ഗൂഢാലോചനയാണ്. ഷഫീറ, ഒരു കാര്യം വാക്കുകൾ വളച്ചൊടുത്തും ചെറുതും മാത്രം പറയുന്നു, ചുരുക്കിയും പറയുന്ന രീതി ഒഴിവാക്കുക. ഈ ചർച്ചയിൽ താങ്കൾ എത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചത്? അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഗൂഢാലോചന ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ഇതാണ് മറുപടി. എന്താ സംശയം? ഞങ്ങളല്ലേ അന്വേഷിക്കണം പറഞ്ഞത്? ശരിയാണ്. സർക്കാരിനെതിരെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ്. അന്വേഷിക്കാൻ വേണ്ടി DGPക്ക് പരാതിയും കൊടുത്തിട്ടില്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. എന്തായാലും ഒരു നിമിഷം, അതായത് ഡ്രൈ ഡേ പിൻവലിക്കുക, സമയം കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാർ ഉടമകൾക്കിടയിൽ ഒരു പിരിവ് എന്നുള്ളതാണ് ഇന്ന് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് മന്ത്രിയുടെ പരാതിയുടെ പേരിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.